നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂര്യവുഡ് ആനപ്പെരുമയുടെ ആനക്കാഴ്ചകളിലേക്ക് സുസ്വാഗതം. ഇതര സംസ്ഥാനങ്ങളിൽ ആനകളെ അധികം ചങ്ങലകളുടെ ബന്ധനങ്ങളില്ലാതെയാണ് കൊണ്ടു നടക്കാറുള്ളത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സർക്കാരിൻ്റെ അധീനതയിലുള്ള ആന ക്യാമ്പുകളിൽ അവയെ സ്വതന്ത്രമായി വിഹരിക്കാൻ വിടുകയാണ് പതിവ്. അങ്ങനെയുള്ള ഒരു ആന ക്യാമ്പാണ് കർണാടകയിലെ ദുബാരെ ആന ക്യാമ്പ്. അവിടെ നിന്നും കേരളത്തിലേക്ക് എത്തിയ ഒരു കൊമ്പനാണ് പാറന്നൂർ നന്ദൻ എന്ന ഈ ഗജവീര കേസരി. ഇവനെ ചാർത്തി കിട്ടിയ ആ പട്ടാഭിഷേകത്തിന്റെ ചടങ്ങുകളും മറ്റ് ഇവന്റെ കാഴ്ചകളുമായി ഇന്നത്തെ ആനപ്പെരുമയ്ക്ക് ഇവിടെ തുടക്കമിടുകയാണ്. ആനകളെ ആദരിക്കുന്നതും അവർക്ക് ബഹുമതികളും പട്ടങ്ങളുമെല്ലാം ചാർത്തിക്കൊടുക്കുന്നതും നിരവധി നാം കണ്ടിട്ടുണ്ട്. എന്നാൽ സ്നേഹത്തോടെയും തികഞ്ഞ ആത്മാർത്ഥതയോടെയും അർഹതപ്പെട്ട കരിവീരന് പട്ടം ചാർത്തിക്കൊടുത്താലോ, അത് ചെറിയ ഒരു അംഗീകാരമായാലും ശരി, ഇനി കുറച്ചു പേർ മാത്രമായി നൽകുന്ന ബഹുമതിയായാൽ പോലും ആ സന്തോഷം ഒന്ന് വേറെയല്ലേ. ശാന്തത കൊണ്ടും ആനപ്രേമികളുടെയും ഉത്സവ പറമ്പുകളുടെയും മനസ്സ് കീഴടക്കിയ ഗജശ്രേഷ്ഠന്റെ പട്ടാഭിഷേക കാഴ്ചകളാണ് ഇന്നത്തെ അധ്യായത്തിൽ ആനപ്രേമികൾക്കായി സമ്മാനിക്കുന്നത്. അതെ, കണ്ടാൽ ആരും കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു പോകുന്ന കരിസൗന്ദര്യത്തിനുടമയായ, അതിലുപരി അനുസരണയുടെ ആനരൂപമായ പാറന്നൂർ നന്ദൻ എന്ന ഗജവീരനായിരുന്നു ഈ പട്ടാഭിഷേകം. ഉണ്ണിസ്വാമി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പാറന്നൂർ നന്ദന് ഗജരത്നം പട്ടം ചാർത്തിക്കൊടുത്തത്. ഈ നാട്ടിൽ ആദ്യമായി അയ്യപ്പൻ വിളക്ക് നടത്തി സ്വാമിമാർ ശബരിമലയിലേക്ക് പോയ ക്ഷേത്രമാണ് ഉണ്ണിസ്വാമി ക്ഷേത്രം. ഒരു കുടുംബക്ഷേത്രമായിരുന്നിട്ട് പോലും പ്രദേശവാസികൾ ആദ്യകാലത്ത് ഇവിടെ നിന്നാണ് കെട്ടുനിറച്ച് ശബരിമല യാത്ര നടത്തിയിരുന്നത്. അയ്യപ്പൻ വിളക്ക് നടത്തുന്നതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പാറന്നൂർ നന്ദന് ആദരണം നൽകാൻ ക്ഷേത്രം സാരഥികൾ തീരുമാനിച്ചത്. ഇവർ നൽകിയ ഈ സ്നേഹാദരം ഏറ്റുവാങ്ങാൻ നന്ദൻ എന്തുകൊണ്ടും അർഹനാണ്. ഒന്ന്, ലക്ഷണ തികവുകളെല്ലാം ഒത്തിണങ്ങിയ ഒരു നല്ല ആന. പിന്നെ ഗജസൗന്ദര്യത്തിലും മുൻപൻ. അതിലുപരിയായി ആർക്കും എപ്പോഴും അടുത്തു പോകാവുന്ന ശാന്ത സ്വഭാവി. ഉത്സവ പറമ്പുകളിലെയും ആരാധകരുടെയും ഇഷ്ടതാരം. ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ഈ കരിശ്രേഷ്ഠൻ എല്ലാ പട്ടങ്ങൾക്കും അർഹനാണ്. പോരാത്തതിന് 15 വർഷങ്ങളായി ഉണ്ണിസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്കെല്ലാം സ്ഥിരം പങ്കെടുക്കുന്നവനാണ് പാറന്നൂർ നന്ദൻ എന്ന ഈ ഗജോത്തമൻ. ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യസ്വാമി, ഗുരുവായൂരപ്പൻ, ശ്രീരാമസ്വാമി, വിഷ്ണുമായ, നാഗദൈവങ്ങൾ തുടങ്ങിയ പ്രതിഷ്ഠകളുള്ള ഒരു കുടുംബക്ഷേത്രമായ ഉണ്ണിസ്വാമി ക്ഷേത്രം ഏറെ പ്രശസ്തിയുള്ളതാണ്. അയ്യപ്പൻ വിളക്കിന് പുറമെ ശ്രീവിഷ്ണുമായ ആറാട്ടിനും കാളിയാറോഡ് നേർച്ചയുടെ ഭാഗമായി ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പിനുമെല്ലാം 15 വർഷത്തോളമായി തിടമ്പാനയായും കൂട്ടാനയുമായുമെല്ലാം എത്തുന്ന നന്ദൻ ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടാക്കിയിട്ടില്ല. സ്വഭാവത്തിലെ ഇവന്റെ മികവ് കൊണ്ടും എല്ലാവരോടുമുള്ള നല്ല പെരുമാറ്റം കൊണ്ടും ചിട്ടയായ എഴുന്നള്ളിപ്പ് രീതി കൊണ്ടും ഏവർക്കും ഏറെ പ്രിയപ്പെട്ടവനായ നന്ദന് പട്ടം ചാർത്തിക്കൊടുക്കുക എന്നത് കൊട്ടാഴിയിൽ ഉണ്ണിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്ര സംഘാടകരും നാട്ടുകാരും ആനപ്രേമികളുമെല്ലാം ഒരേ സ്വരത്തോടെ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയുമായിരുന്നു. 50 വർഷമായി ഇവിടെ അയ്യപ്പൻ വിളക്ക് നടത്തുന്നുവെങ്കിലും ഏകദേശം ഒരു 30 വർഷത്തോളമായി ആനയുടെ എഴുന്നള്ളിപ്പ് ഇവിടെ സ്ഥിരമായി ഉള്ളതാണ് ഈ ഉത്സവങ്ങളുടെ ഭാഗമായിട്ട്. അതിൽ 15 വർഷത്തിലധികം ഈ പാറന്നൂർ നന്ദൻ ഇവിടെ എല്ലാ ഉത്സവങ്ങൾക്കും, ഒരു വർഷത്തിൽ 3 ഉത്സവമാണ് ഇവിടെ പ്രധാനമായിട്ടും ഈ ക്ഷേത്രത്തിലുള്ളത്. അയ്യപ്പൻ വിളക്ക്, ആറാട്ട്, കാളിയറോഡ് പള്ളിയിലേക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു നേർച്ച കൊണ്ടുപോകുന്നുണ്ട്. ഈ 3 ഉത്സവത്തിനും 15 വർഷമായിട്ട് പാറന്നൂർ നന്ദൻ
ഇവിടെ ഈ ആഘോഷങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ 50ാം അയ്യപ്പൻ വിളക്കിൻ്റെ ഭാഗമായി നമ്മൾ പാറന്നൂർ നന്ദന് ഒരു ഗജരത്ന പട്ടം കൊടുത്ത് സ്വീകരിക്കാൻ ഈ കുടുംബക്ഷേത്രത്തിലെ ഞങ്ങളെല്ലാവരും തീരുമാനിച്ചു. അത് വളരെ ഭംഗിയായി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. അത് ഞങ്ങൾക്ക് വളരെയധികം ദൈവത്തോട് ആദ്യം നന്ദി പറയണു. ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ക്ഷേത്ര ചടങ്ങുകൾക്കും വിശേഷാൽ പൂജകൾക്കും ശേഷമായിരുന്നു പാറന്നൂർ നന്ദന്റെ പട്ടാഭിഷേകം. മുള്ളത്ത് ഗണപതി, കടമ്പാട്ട് ഗണപതി എന്നീ ആനകളുടെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടെയായിരുന്നു പാറന്നൂർ നന്ദനെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത്. തറവാട്ട് പടിക്കിൽ നിന്ന് നിറദീപങ്ങൾ തെളിയിച്ചും താലപ്പൊലികളോടെയുമായിരുന്നു സ്വീകരിച്ച് ഇവനെ ക്ഷേത്രത്തിലേക്ക് വരവേറ്റത്. തുടർന്ന് ക്ഷേത്രമുറ്റത്തെത്തിയ കൊമ്പനെ നിറപറവച്ച് സ്വീകരിച്ചു. ഇതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച പട്ടം വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നു. തുടർന്ന് കൊട്ടാഴിയിൽ ഉണ്ണിസ്വാമി ആന ഉടമ പാറയിൽ വിജയകുമാറിന് ഗജരത്നം പട്ടം കൈമാറി. പിന്നെ നന്ദന്റെ കഴുത്തിൽ ഈ പട്ടം ചാർത്തിയതോടെ ഇവന്റെ വളർച്ചയ്ക്കും അംഗീകാരത്തിനുമൊരു പൊൻതൂവൽ കൂടിയായി ഇത് മാറി. ഈയൊരു അസുലഭ മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ ജാതിമത ഭേദമന്യേ നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. പട്ടത്തിന്റെ പൊൻപ്രഭയിൽ ശോഭിച്ചു നിൽക്കുന്ന നന്ദനൊപ്പം സെൽഫിയും ഫോട്ടോയുമെല്ലാം എടുക്കുന്നതിനുള്ള തിരക്കായിരുന്നു പിന്നീട് ദൃശ്യമായത്. ഉച്ചതിരിഞ്ഞ് 3 ആനകളോടെയും കൊട്ടാരത്തിലേക്കും തിരിച്ച് ക്ഷേത്രത്തിലേക്കുമുള്ള എഴുന്നള്ളിപ്പിൽ പ്രൗഢിയോടെയും ഗജരത്നപ്പട്ടത്തിന്റെ അലങ്കാരത്തോടെയും പാറന്നൂർ നന്ദനായിരുന്നു തിടമ്പേറ്റിയത്. രാത്രിയിലെ അയ്യപ്പൻ വിളക്കെഴുന്നള്ളിപ്പിനും തിടമ്പ് നന്ദന്റെ ശിരസിൽ തന്നെയായിരുന്നു. അങ്ങനെ ഗജരാജൻ നന്ദന്റെ പട്ടാഭിഷേകം കഴിഞ്ഞു. ഇനി മുതൽ ഗജരത്നം പാറന്നൂർ നന്ദൻ എന്ന പേരിലാണ് ഇവൻ അറിയപ്പെടുക. ഇവന് പട്ടം ചാർത്തി കൊടുക്കുന്ന ആ ചടങ്ങുകൾ കണ്ടുവല്ലോ. നന്ദന്റെ ഗജരാജ ലക്ഷണങ്ങളെക്കുറിച്ചും സ്വഭാവ വിശേഷണങ്ങളെക്കുറിച്ചും മറ്റ് പ്രത്യേകതകളെക്കുറിച്ചുമെല്ലാം നമ്മൾക്കറിയാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നന്ദനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവന്റെ ഗ്രാമമായ പാറന്നൂരിലേക്ക് പോകാം. പ്രശസ്ത ഗാനരചയിതാവ് യൂസഫ് അലി കേച്ചേരിയുടെ ഗാനാവിഷ്കാരങ്ങൾക്ക് ഏറെ പ്രചോദനമായിട്ടുള്ള കേച്ചേരി പുഴയും പാടവും പ്രകൃതി രമണീയതയുമെല്ലാം നിറഞ്ഞതാണ് ഈ പാറന്നൂർ ഗ്രാമം. ഈ ഗ്രാമത്തിലൂടെ ഇവൻ രാജകീയ വരവ് ഇപ്പോൾ നടത്തുകയാണ്. നന്ദനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആനകളിലെ പാവത്താനാണെന്ന് പറയേണ്ടി വരും. ഇവനെ കൊണ്ടു നടക്കാൻ ചങ്ങലകളോ വടിയുടെയോ ആവശ്യമില്ല. അതുപോലെ തന്നെ ശാന്തതയും ആകാര സൗകുമാര്യവുമാണ് ഇവന്റെ മുഖമുദ്ര. ആരും മോഹിച്ചു പോകുന്ന ഗജസൗന്ദര്യത്തിനുടമയാണ് പാറന്നൂർ നന്ദൻ. ഉയർന്ന തലക്കുന്നി, വലിയ വായുകുംഭവും മസ്തകവും, നിലം മുട്ടുന്ന തുമ്പി, വീണെടുത്ത കൊമ്പുകൾ, 18 നഖങ്ങൾ, നല്ല വാലും ഉടൽ നീളവും, അങ്ങനെ എല്ലാ കരിയഴകുകളും ഒത്തിണങ്ങിയ ഒരു ഗജശ്രേഷ്ഠനാണ് പാറന്നൂർ നന്ദൻ.
മറ്റാനകളേക്കാൾ വ്യത്യസ്തമായി കനം കൂടിയ തൊലിയാണ് ഇവന്റെ പ്രത്യേകത. വലത്തെ ചെവി ചെറുതായൊന്ന് മുറിഞ്ഞതാണ് ഇവനിൽ കണ്ടെത്താവുന്ന ചെറിയ ഒരു കുറവ്. അത് കർണാടകയിൽ വെച്ച് എപ്പോഴോ സംഭവിച്ചതുമാണ്. പ്രായം 41 എത്തിയെങ്കിലും ഇപ്പോഴും നന്ദനിലെ കുട്ടിത്തം വിട്ടുമാറിയിട്ടില്ല. കുട്ടികളെ പോലെയുള്ള കുസൃതികളും ശീലങ്ങളും ഇവനിൽ ഇപ്പോഴുമുണ്ട്. അതിലൊന്നാണ്, ഇവനെ കെട്ടിയിട്ട ശേഷം പാപ്പാന്മാർ പോയി കഴിഞ്ഞാൽ ഇനി എത്ര പട്ടയുണ്ടെങ്കിലും ശരി, വാഴയോ പുല്ലോ മറ്റു ചെടികളോ പറിച്ചെടുത്ത് തിന്നുന്ന ശീലവും നമ്മുടെ നന്ദനുണ്ട്. ഇതറിയുന്ന പാപ്പാന്മാർ വാഴയും സസ്യലതാദികളും ഇല്ലാത്ത സ്ഥലം നോക്കിയാണ് ഇവനെ തളയ്ക്കാറുള്ളത്. പുല്ലും വാഴയും പഴവും മറ്റു മധുരമുള്ള പലഹാരങ്ങളോടും ആഹാരത്തോടുമാണ് നന്ദന് ഏറെ പ്രിയം. ആദ്യകാലത്ത് കയ്പുള്ള മരുന്ന് കൊടുത്താൽ കഴിക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല നന്ദൻ. ഇന്ന് പ്രായത്തിന്റെ പക്വത കൊണ്ട് ആ ശീലമൊക്കെ മാറിക്കഴിഞ്ഞു. ഭക്ഷണപ്രിയനാണിവൻ. അത് ഈ ശരീരം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഭക്ഷണത്തോട് ഒരു കോംപ്രമൈസിനും ഇവൻ തയ്യാറല്ല. അത് അറിയാവുന്നതുകൊണ്ടാണോ അതോ തൊണ്ടഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല. എവിടെ പോയാലും ഇവന് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഭക്ഷണമായി ഇവനരികിൽ ഉണ്ടാകും. കർണാടകയിലെ വനാന്തരങ്ങളിൽ പിറന്നു വീണ ഇവൻ ഏറെക്കാലം ദുബാര എന്ന ക്യാമ്പിലെ അന്തേവാസിയായിരുന്നു. അവിടെ നിന്നും പാലക്കാടുള്ള KN മേനോനാണ് ഇവനെ കേരളത്തിലേക്ക് എത്തിച്ചത്. ആദ്യകാല പേര് ഭരതൻ എന്നായിരുന്നു. പിന്നീട് മനിശ്ശേരി ഹരിയുടെ കൈവശം ഇവൻ എത്തിച്ചേരുകയും ചെയ്തു. സാധു ആനയായിരുന്നെങ്കിലും ഇന്നത്തെ ഭംഗിയോ എടുപ്പോ അന്നുണ്ടായിരുന്നില്ല. കാണാനത്ര ചേലോ ഉയരമോ ഇല്ലാതിരുന്നതുകൊണ്ട് ഇവനെ സ്വന്തമാക്കിയവർ അതുപോലെ തന്നെ കൈയൊഴിയുകയും ചെയ്തു. പിന്നീടാണ് പോർക്കളം ഭവദാസൻ നമ്പൂതിരിയുടെ കൈവശം ഇവൻ എത്തിച്ചേരുന്നത്. അന്നത്തെ ഇവന്റെ പേര് വടക്കേടത്ത് ശ്രീനന്ദൻ എന്നായിരുന്നു. ഭവദാസൻ നമ്പൂതിരിയുടെ വിയോഗത്തോടെ ആനകളെ നോക്കാൻ വീട്ടുകാർക്ക് പറ്റാതായതോടെ നന്ദനെയും ഇന്നത്തെ മുള്ളത്ത് ഗണപതിയെയും വിൽക്കുകയായിരുന്നു. പ്രശസ്ത ആന ചികിത്സകൻ ഡോക്ടർ രാധാകൃഷ്ണ കൈമളായിരുന്നു മകൻ വിജയകുമാറിനു വേണ്ടി നന്ദനെ സ്വന്തമാക്കിയത്. നിരവധി ആനകളെ ചികിത്സിക്കുകയും മയക്കുവെടിവെച്ച് തളയ്ക്കുകയും ചെയ്തിട്ടുള്ള കൈമൾക്ക് ആനകളോട് പ്രത്യേക സ്നേഹവും വാത്സല്യവുമായിരുന്നു. ശ്രീനന്ദനായിരുന്ന കാലത്ത് എരണ്ടക്കെട്ട് വന്നതോടെ ആനവിദഗ്ധൻ ഡോക്ടർ കൈമളായിരുന്നു ഇവന്റെ അസുഖം ചികിത്സിച്ച് ഭേദപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ശ്രീനന്ദനെ ഈ വീട്ടിലേക്ക് കൈമാറുന്നതിന് യാതൊരു എതിർപ്പും വടക്കേടത്ത് മനക്കാർ കാണിച്ചില്ല. 2006 30-ാം വയസ്സിലാണ് നന്ദൻ ഈ വീടിന്റെ പടി കടന്നെത്തുന്നത്. അക്കാലത്ത് പാറന്നൂർ ഗോപൻ എന്ന ആന ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും 2007 ഗോപൻ ആനക്കേരളത്തിന് നഷ്ടമായി. ഇതിനുശേഷം കൈമൾ ഡോക്ടറും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്ന് വിജയകുമാറിനു പുറമെ അമ്മ ഡോക്ടർ പി അപർണയും സഹോദരങ്ങളായ നന്ദകുമാറും ഗോപകുമാറുമെല്ലാം നന്ദനെ ഈ വീട്ടിലെ ഒരംഗത്തെ പോലെ തന്നെയാണ് പരിപാലിക്കുന്നത്. അതുകൊണ്ടാകാം വീട്ടുകാർ കഴിക്കുന്ന ഭക്ഷണം തനിക്കും കിട്ടണമെന്ന് ഒരു പിടിവാശി ഇവനുള്ളത്. ഇപ്പോൾ ചാർത്തിക്കിട്ടിയ ഗജരത്നം പട്ടത്തിന് നേരത്തെ തന്നെ നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ടെങ്കിലും അത് സ്വീകരിക്കാൻ ഉടമയായ വിജയകുമാർ തയ്യാറായില്ല. പട്ടങ്ങൾക്ക് പിറകെ പായുന്നതിലുപരിയായി ആന സംരക്ഷണത്തിനും പരിപാലനത്തിനും ആനയെ അധികം ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതിനുമാണ്
ഇദ്ദേഹം ഊന്നൽ നൽകാറുള്ളത്. ഉണ്ണിസ്വാമിയുടെ കളങ്കമില്ലാത്ത ആനസ്നേഹത്തിനും ആരാധകരുടെ നിർബന്ധത്തിനും വഴങ്ങിയാണ് ഈ പട്ടം വാങ്ങാൻ തന്നെ ഇദ്ദേഹം തയ്യാറായത്. ഇത്രമാത്രം അഴകും ഗാംഭീര്യവും ശാന്ത സ്വഭാവവും ഉള്ളതുകൊണ്ട് തന്നെ പല ഗജരാജ പട്ടങ്ങൾക്കും ഇവൻ അർഹനാണ്. എന്നാൽ ഒട്ടേറെ പട്ടങ്ങൾ തേടിയെത്തിയിട്ടും അത് നിരസിച്ചതായി പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അത് ശരിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റി, അങ്ങനത്തെ ലൈം ലൈറ്റിൽ നിൽക്കാൻ അങ്ങനെ ആഗ്രഹിക്കാത്തൊരു കുടുംബമാണ്. അതുകൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു. പ്രത്യേകിച്ച് അച്ഛൻ അങ്ങനത്തെ ഇതിനൊന്നും വലിയ താല്പര്യം കൊടുക്കാറില്ല. ആനയ്ക്ക് പട്ടം കിട്ടാതെ ആദരവ് ശരി തന്നെയാണ്, അത് ഇതില്ല. പക്ഷെ കൂടുതലും ഞങ്ങൾ അങ്ങനെ ഒരു ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. വേറെ നിർബന്ധത്തിന് വഴങ്ങിയാണോ ഇത്തവണ ഈ ഒരു ഗജരത്ന പട്ടം സ്വീകരിച്ചത്? അത് തീർച്ചയായിട്ടും. അത് ഞാൻ ഇത് അറിയുമ്പോഴേക്കും അത് കമ്മിറ്റിക്കാരത് തീരുമാനത്തിലെത്തി നോട്ടീസൊക്കെ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ ഉണ്ണിസ്വാമിയെ പോലെ ഒരു ഉൾക്കാഴ്ചയുള്ള ഒരു വ്യക്തി ഒരു ആനയെ കണ്ടെത്തി അത് അതിന് ഗജരാജ പട്ടം കൊടുത്ത് ആദരിക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും അത് നമുക്ക് നിരസിക്കുന്നത് ഒരു നല്ല തീരുമാനമായിട്ട് തോന്നിയില്ല. പിന്നെ ഈ ഉണ്ണിസ്വാമിയുടെ ഈ വിളക്കിനായാലും കാളിയാറോട് നേർച്ചയ്ക്കായാലും 10-15 വർഷമായിട്ട് ഈ ആന പങ്കെടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഞങ്ങളത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് ചെയ്തത്. പ്രശസ്ത ആന ചികിത്സകൻ ഡോക്ടർ കൈമളുടെ ആന എന്നൊരു പരിഗണന പല ഉത്സവ പറമ്പുകളിലും അതുപോലെ തന്നെ ആനപ്രേമികൾക്കിടയിലും കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും. അത് അത് വേറെ തരത്തിലൊരു അംഗീകാരം തന്നെയാണ്. കാരണം അത് കൈമൾ സാറിൻ്റെ ആന എന്ന് പറഞ്ഞ് പലപ്പോഴും പല പൂരപ്പറമ്പുകളിലും ഞാൻ കേൾക്കാറുണ്ട്, ഒളിഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അവർക്കൊരു ഉണ്ടാവുന്ന ട്രസ്റ്റ് ആയിരിക്കാം, അത് കൂടുതൽ അതിന് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. നന്ദൻ ഇന്നേ വരെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ശരി, കൂട്ടാനകളോട് ഒരു പ്രത്യേക പേടിയാണ്. കുന്നംകുളത്ത് ഒരു പൂരത്തിനിടെ കൂട്ടാനിയുടെ കയ്യിൽ നിന്നും കുത്തേറ്റതിന്റെ ഭീതിപ്പെടുത്തുന്ന അനുഭവം കൊണ്ടാണ് ഈ കൂട്ടാനപ്പേടി. നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇവന്റെ കുട്ടിത്തം മാറാത്ത ആ കാര്യം. കൂട്ടാനകളെ പേടിയാണെങ്കിലും ശരി, പൂരത്തിനിടെ മറ്റാനകളുടെ ഭക്ഷണം അകത്താക്കാനൊന്നും യാതൊരു മടിയും പേടിയുമില്ല. ജൂൺ 1 മുതൽ 55 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവന്റെ നീരുകാലം. മതപ്പാടിൽ പോലും പാപ്പാന്മാർക്കും ഉടമയ്ക്കും പിന്നെ ആർക്കു വേണമെങ്കിലും അടുത്ത് ചെന്ന് ഭക്ഷണം കൊടുക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യാം. യാതൊരു നീരസവും ഇവൻ കാട്ടില്ല. 2 വർഷത്തോളമായി താണിപ്പാടം സ്വദേശി നിബുവാണ് നന്ദന്റെ 1ാം പാപ്പാൻ. നായരമ്പലം ഉണ്ണിയാണ് ഇവന്റെ 2ാമൻ. ഇതിനു പുറമെ ഇവന് ചട്ടമുള്ള മറ്റൊരാൾ കൂടിയുണ്ട് ഈ നാട്ടിൽ, കടുത്ത ആനപ്രേമിയായ സുകുമാരേട്ടൻ. അച്ഛന്റെ പാത പിന്തുടർന്ന് ചെറുപ്രായത്തിൽ തന്നെ ആനപ്പണിക്കിറങ്ങിയതാണ് നിബു എന്ന ഈ ആനപ്പാപ്പാൻ. ഈ കാലയളവിനുള്ളിൽ എത്ര ആനകൾക്ക് പാപ്പാനായിട്ടുണ്ട്? ഞാൻ ആദ്യമായിട്ട് ചുമതലയിട്ട് അയക്കുന്ന ആന വെട്ടത്ത് കോയിന്നുകുട്ടി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, അത് കണ്ട് ചെറുപ്പളശ്ശേരി പാർത്തൻ, മംഗലാമെന്ന് കർണൻ, ഇരിഞ്ഞാലക്കുട മേഘാർജുനൻ, തിരുവാണിക്കവ് രാജഗോപാലൻ കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആനകൾക്ക് നിന്നിട്ടുണ്ട്. ഇപ്പോൾ നന്ദൻ്റെ കൂടെ, ഇപ്പോൾ 2 കൊല്ലമായിട്ട് നന്ദൻ്റെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഒരു 8 കൊല്ലം മുന്നേ 1 കൊല്ലം താമസിച്ച് പോയി നന്ദന്. അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും തിരിച്ച് 2 കൊല്ലമായി വന്നിട്ട്. ഒരുപാട് ഫേമസ് ആയ ആനകൾക്ക് പാപ്പാനായിട്ടുണ്ട്. ആദ്യകാലത്ത് ഈ 14 വയസ്സിലൊക്കെ ഈ രംഗത്തേക്ക് അല്ലെങ്കിൽ ആനപ്പണിയിലേക്ക് വരുമ്പോൾ വീട്ടുകാരിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു. വീട്ടുകാർ 2-3 വട്ടം വന്ന് പിടിച്ചിട്ട് പോലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ലാണ്ടായി. നമ്മൾ വീട്ടിൽ കുഴപ്പമില്ലാണ്ട് പോകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ അങ്ങനെ ഒരു ശല്യമൊന്നുമില്ല വീട്ടുകാരെ കൊണ്ട്. പിന്നെ എങ്ങനെയാണ് പ്രകൃതവും ഭക്ഷണകാര്യമൊക്കെ? ഇവന് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമാണ്. പിന്നെ വേറെ ഇവനെ കൊണ്ടൊരു ശല്യമില്ല. ഈ ഭൂലോകത്തുണ്ടാവില്ല ഇത്രയും പാവം പിടിച്ചൊരു ആന. പിന്നെ അതിനെ തല്ലിയ കുത്ത അതൊന്നും ആൾക്ക് ഇഷ്ടമല്ല. വേദ്യം കുറവിൽ കൊണ്ടു നടക്കാൻ പറ്റിയൊരു ആനയാണ്. മതപ്പാടിൽ കെട്ടിയഴിക്കൽ ആവശ്യമുള്ള ആനയാണ്. അതുപോലെ തന്നെ വടിയെടുത്ത് അടിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? അതിനെ ഞാൻ രാവിലെ തന്നെ വടിയെടുക്കാണ്ടാ വരിക. അതിനെ തല്ലേണ്ട ഒരു ആവശ്യം ഈ ആനമെന്ന് വരുന്നില്ല. ഇതിനെ ഞാൻ അഴിച്ചത് ഇപ്പുറത്തേക്ക് മാറ്റി നിർത്തും. രാവിലെ കൈയും കാലൊക്കെ കഴുകും. എന്നിട്ട് ഉച്ച കഴിഞ്ഞാൽ തറയിലേക്ക് കയറ്റി നിർത്തും. വൈകിട്ട് ചോറ് കൊടുക്കും, മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത്. ശാന്തനായ ആനയാണ്. ഈ ഭൂലോകത്തുണ്ടാവില്ല ഇത്രയും പാവം പിടിച്ചൊരാന. ആനപ്രാന്തിന് പുറത്താണോ ഈ ആനപ്പണിയിലേക്ക് ഇറങ്ങിയത്? ആനഭ്രാന്തിന്റെ പുറത്ത് ആണെന്ന് വെച്ചാൽ അതെ, കൂടുതൽ ആനഭ്രാന്തി തന്നെയാണ്. പിന്നെ അച്ഛനാനക്കാരനായിരുന്നു.
അതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. പിന്നെ ആനക്കമ്പം കൂടുതലായിരുന്നു ചെറുപ്പം മുതലേ. ഉത്സവങ്ങളില്ലാത്ത സമയത്ത് ചിലപ്പോൾ തൃശൂർ കീരംകുളങ്ങര പാറയിൽ വീട്ടിലോ പാറന്നൂരിലെ തറവാട്ടിലോ ആയിരിക്കും ഇവന്റെ താമസം. പ്രകൃതി രമണീയത തുളുമ്പുന്ന പുഴയും പാടങ്ങളും പച്ചപ്പുമെല്ലാം അഴകുവിരിച്ച പാറന്നൂരിലായിരിക്കും നന്ദനെ തളയ്ക്കാറുള്ളത്. ആനയെ പരിപാലിക്കുന്നതിൽ ഒരു കുറവും കാണിക്കാത്ത വിജയകുമാർ ആനയെ നിർത്താനായി കൃഷിയും മരങ്ങളുമെല്ലാം വെച്ചുപിടിപ്പിച്ച് കാടിന്റെ അന്തരീക്ഷം തന്നെ നന്ദനായി ഒരുക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നന്ദൻ തന്റെ പെരുമ അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമായും തൃശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളിലെ ഉത്സവങ്ങൾക്കാണ് നിറസാന്നിധ്യമായി ഉണ്ടാകുക. തൃശൂർ പൂരം, തൃപ്പൂണിത്തുറ, തുറവൂർ, ആറാട്ടുപുഴ, നെന്മാറ, വല്ലങ്കി തുടങ്ങി നന്ദൻ എത്തിച്ചേരുന്ന ഉത്സവങ്ങൾ നിരവധിയാണ്. ഇത്തവണ തൃപ്പൂണിത്തുറ ഉത്സവത്തിന് കോലമേന്താൻ സാധിച്ചത് ഇവന്റെ ഭാഗ്യങ്ങളിൽ ഒന്നാണെന്ന് തന്നെ പറയാം. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഉത്സവ പറമ്പുകളിൽ പ്രധാനമായും കൂട്ടാനയായാണ് നന്ദൻ പങ്കെടുക്കാറുള്ളത്. എങ്കിലും ഇവന് ഇവന്റേതായ ഒരു സ്ഥാനം എവിടെ ചെന്നാലും ലഭിക്കാറുണ്ട്. ഏതൊരാളുടെയും ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ പോന്ന ഈ ഗജസുന്ദരൻ പാറന്നൂരിന്റെ നാട്ടിടവഴികളിലൂടെ തന്റെ ചങ്ങലക്കിലുക്കവുമായി പുതിയ വാതായനങ്ങൾ തുറന്ന് നടന്നു നീങ്ങുകയാണ് പാറന്നൂർ നന്ദൻ എന്ന ഗജസുന്ദരൻ. എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ശാന്ത സ്വഭാവിയായ നല്ല അനുസരണശീലമുള്ള ആനയായതുകൊണ്ടാകാം എല്ലാ ഉത്സവപ്പറമ്പുകളിലും പാറന്നൂർ നന്ദന് പ്രത്യേക ഒരു ഇടം തന്നെ കിട്ടാറുണ്ട്. അതോടൊപ്പം തന്നെ ഇവൻ വർഷങ്ങളായി ചില ഉത്സവപ്പറമ്പുകളിൽ ജൈത്രയാത്ര തുടരുകയാണ്. ഈ കന്നഡ ആനച്ചന്തത്തിന്റെ വിസ്മയ കാഴ്ചകൾക്ക് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. അടുത്ത സൂര്യവുഡ് ആനപ്പെരുമയുടെ അധ്യായത്തിൽ നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു ആനക്കാഴ്ചയുമായി. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.